താങ്കളും താങ്കളുടെ സ്തുതിപാഠകന്മാരും ആരോപണ മാലിന്യങ്ങളുമായി ഊരുചുറ്റി അവസാന നിമിഷം മോശമാക്കാനാണോ ശ്രമിക്കുന്നത്? എങ്കിലിതാ നിങ്ങളുടെ ഒരു നേതാവ് മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾക്കെതിരെ കഫറ വിവാദവുമായി ഉറഞ്ഞു തുള്ളിയ ഒരു കാലമുണ്ടായിരുന്നു. കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഇതൊരു ഹക്കൻ തന്നെയാണ്. അത് ഉള്ളാൾ തന്നെ ഹക്കൻ തന്നെയാണ്. ശംസുൽ ഉലമയോ കിഴക്കുപോയി വഖദ് കഫറ, കിഴക്കുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മാറ്റിഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ, പൊന്നു നാട്ടിക മൗലവി ശംസുൽ ഉലമയെക്കുറിച്ച് ഉള്ളാൾ തങ്ങൾ വല്ലയോടെ അത്ഫ് ചെയ്ത് വഖദ് കഫറ എന്ന പ്രയോഗം നടത്തിയിട്ടില്ലല്ലോ. നടത്തിയിട്ടുണ്ടെങ്കിൽ താങ്കളുടെ ജീവിച്ചിരിക്കുന്ന അനുയായികളെങ്കിലും അത് കൊണ്ടുവരട്ടെ. എന്നിട്ടാവാം നിങ്ങളുടെ ആ ചോദ്യത്തിനു മറുപടി. ഇനി പൊന്നു നാട്ടിക മൗലവിയുടെ ജീവിച്ചിരിക്കുന്ന അനുയായികൾ ഉള്ളാൾ തങ്ങളുടെ വാക്കിൽ നടത്തിയ വൻ അട്ടിമറി ഇവിടെ പൊട്ടുകയാണ്. ഇനി നിങ്ങൾ കാണൂ, അവർ പുറത്തിറക്കിയ സിഡിയിൽ നിന്ന്. നീ ഹക്കിന്റെ എല്ലാവരും ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം ഞെട്ടിത്തറിച്ചുപോയി. ഓ വിഘടിതരെ, നിങ്ങൾ കേൾക്കൂ. മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഈ ഭാഗം എന്തിനു നിങ്ങൾ കട്ടുമുറിച്ചു? ഇനി ഇതിന്റെ യാഥാർത്ഥ്യമെന്തെന്നോ ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഒരിക്കൽ ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോടെ നിന്ന് പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വായി കൊന്നിട്ടെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ സലാം ചെല്ലി സലാം വിളിക്കും. സലാം വിളിച്ചതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യമൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞാനൊന്ന് നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു. അപ്പാണ് നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അയക്കുവരിക. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അയക്കുവരിക. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തം ഞാൻ ഒഴുകിപ്പോകുന്നു വിചാരിച്ചെല്ലാരും. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കോത്തൊക്കെ വന്നു. പറഞ്ഞവരൊക്കെ എവിടെ പോയി? എവിടെ? ഇനി പൊന്നു നാട്ടിക മൗലവിയുടെ പ്രഭാഷണവും സ്തുതിപാഠകന്റെ ചോദ്യവും നിങ്ങൾ കേൾക്കൂ. അദ്ദേഹം ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ്? പൊന്നുകളെ, ഹക്കിന്റെ മേൽ പറയുമ്പോൾ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ? ഇല്ല, ഞങ്ങൾ മറന്നിട്ടില്ല. അതിന്റെ തിക്തഫലം ഞങ്ങൾ മറക്കുകയുമില്ല. പണ്ഡിതന്മാരോടും സയ്യിദന്മാരോടും കളിച്ചാൽ അതിനുള്ള തിക്തഫലം എന്തായിരിക്കുമെന്നോ? വലിയ പ്രതിസന്ധികൾ നേടാൻ പോവുകയാണ്. വലിയ പ്രയാസങ്ങൾ നേടാനാണ് നമുക്ക് പോകുന്നത്. ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. ഇനിയും വലിയ പ്രതിസന്ധികളും തിക്തഫലങ്ങളും നേരിടുന്നതിനു മുമ്പ് സ്വയം ചിന്തിക്കുക. പണ്ഡിതന്മാരോടും സയ്യിദന്മാരോടും കളിച്ചാൽ അതിനുള്ള തിക്തഫലം എന്തായിരിക്കുമെന്നോ? പൊന്നു നാട്ടിക മൗലവി
താങ്കൾ തന്നെ മഹാനായ ശംസുൽ ഉലമയ്ക്കെതിരെ കളിയല്ല എന്ന പേരിൽ 6/9/1983 ചാവക്കാട് നിന്ന് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഇ.കെ. ഉസ്താദിന് കാളിയാകാൻ പറ്റാത്ത ചില ദുർബലതകളുണ്ടെന്നും കേരളത്തിൽ ഒരുപാട് മഹല്ലുകളിൽ ഇ.കെയുടെ ഫത്വകൾ ഫിത്നയുണ്ടാക്കിയിട്ടുണ്ടെന്നും എഴുതിയത് കേരള ജനത മറക്കുകയില്ല. 1985 മെയ് 13 സാക്ഷാൽ നാട്ടിക മൗലവി പബ്ലിഷറായിട്ടുള്ള ഹിക്മത്ത് വീക്കിലിയിൽ ശംസുൽ ഉലമ ഉത്തരാശയക്കാരെ കൂട്ടുപിടിച്ചതുകൊണ്ടോ തൃശൂരിൽ ജില്ലാ കാളിയാകാൻ പോയിട്ടോ വില്ലേജ് കാളി പോലും ആകാൻ സാധിക്കാതെ വന്നതെന്നോ പൊന്നു നാട്ടിക മൗലവി താങ്കൾ തന്നെ എഴുതിവിട്ടതും കേരള ജനത മറക്കുകയില്ല. 1984 ജൂലൈ 15 മാപ്പിള നാട്ടിലൂടെ ശംസുൽ ഉലമയെ രാഷ്ട്രീയത്തിൽ ഉലമ എന്ന് പരിഹസിച്ചെഴുതിയതും കേരള ജനത മറക്കുകയില്ല. 1986 ആഗസ്റ്റ് 6 അൽ മുബാറക്കിലൂടെ സമസ്തയുടെ 40 മുഷാവറ മെമ്പർമാരെയും ആലിബാബയോടും 40 കള്ളന്മാരോടും ഉപമിച്ച് എഴുതിയതും ആരായിരുന്നുവെന്ന് തിക്തഫലങ്ങൾ അനുഭവിക്കുന്നതിനു മുമ്പ് നിങ്ങൾ സ്വയമൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്രകാരമുള്ള തിക്തഫലത്തെക്കുറിച്ചാണ് സാമ്പത്തിക രംഗത്ത് തിരിമറി നടത്തിയ കാരണത്താൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കുമെതിരെ കൊഞ്ഞനം കുത്താൻ ശ്രമിക്കുന്നവനോടും കൂട്ടാളികളോടും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് വിശദീകരിച്ചത്. യഥാർത്ഥ ദീനിന്റെ ശത്രുക്കൾ ഏത് വിഭാഗം നാം പരിശോധിച്ചാലും അവർക്കിവിടെ കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും അല്ലെങ്കിൽ കൊള്ളരുതാത്തവരായി ചിത്രീകരിക്കാനും അവർ തെരഞ്ഞെടുക്കുന്നത് ദീനിന്റെ ഉലമാവിനെയാണ്. അതുകൊണ്ട് തന്നെ ദീനിന്റെ ഉലമാവിനെ ഇങ്ങനെ പച്ചമാംസം തിന്നുന്നത് വളരെ അപകടമാണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു. സ്വന്തം മാതാപിതാക്കളെ ആദരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറുക, അവരെ വെറുപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ അപകടമാണെന്ന് പറയുന്ന അതേ ഉലമാവ് തന്നെ പറയുന്നു. എന്നാൽ ഉലമാവിനെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായി പോകും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാധ്യതത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല.